നമുക്കിന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. ഒരു 3-4 മാങ്ങ എടുത്ത് അത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് കുഴച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിലേക്ക് ആ ഉപ്പൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു 5-6 പച്ചമുളക്, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. മൂപ്പായതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മെയിനായ നമ്മുടെ വിനീഗർ, ഞാൻ സാദാ നാടൻ സുർക്കയാണ് ചേർത്തത്. കാരണം നമ്മളെ കള്ള് കൊണ്ട് ഉണ്ടാക്കുന്ന സുർക്കയാണ്. നാടൻ കള്ള് നല്ല ടേസ്റ്റാണ്, നാടൻ കള്ളിൻ്റെ സുർക്ക. അത് മൂത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചത്, 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറുത്ത് പൊടിച്ചതാണ് ഇതെല്ലാം. ഇനി അതിലേക്ക് നമ്മുടെ താരമായ മാങ്ങയെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഒരടികട്ടിയുള്ള പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ചേർക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മെയിൻ ചാനലിലുണ്ട് അച്ചാർ